ഗ്രാജുവേഷൻ ആദ്യത്തെ 4 സെം എനിക്ക് കുഴപ്പമില്ലാത്ത മാർക്കും ഒക്കെ മേടിച്ചു. അപ്പോൾ അവസാന വർഷം എനിക്ക് 6 സപ്ലി. അപ്പോൾ ഞാനിത് പറയുമ്പം ആരും വിശ്വസിക്കുന്നില്ല. കാരണം ഒരു UPSC ക്ലിയർ ചെയ്ത ഒരാൾക്ക് ഇത്രയും സപ്ലൈ ഒന്നും വരില്ല. അത് അവസാന വർഷം, അതൊരു ഗ്രാജുവേഷൻ കോഴ്സിന് പോലും ഇത്രയും സപ്ലൈ വേണ്ട ഒരാളെ ക്ലിയർ ചെയ്യുമോ? അപ്പോൾ 6 സപ്ലൈ എനിക്ക് വരുന്നു. അപ്പം എൻ്റെ പേടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നാൾ കോളേജിൽ പോയിട്ട് 6 സപ്ലൈ ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരും. അപ്പം ഒരു ഗ്രാജുവേഷൻ പോലും കയ്യില്ലാതിരിക്കുമോ, സാധനം ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും കയ്യിലില്ലാതിരിക്കുമോ എന്നൊക്കെ ഉണ്ടായി. പക്ഷെ അപ്പം ഞാൻ ഓർത്ത്, അതായത് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ തോൽവികൾ എനിക്ക് നേരത്തെ തൊട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതൊരു പുതുമയല്ല. ഒരു തോൽവി വന്നാലും അത് ഡീൽ ചെയ്യാൻ ഞാൻ വളരെ നേരത്തെ പഠിച്ചു. ഡിഗ്രി ഉള്ളവർക്ക് ലാസ്റ്റ് ഗ്രേഡ് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പം അത് എഴുതിയപ്പോൾ എനിക്ക് കിട്ടുമെന്ന് മനസ്സിലായി. അത് കിട്ടിയപ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഗ്രേഡ് ആകുമ്പോൾ ആളുകൾക്കൊരു കുറച്ചിലായി കാണുന്നൊരു ഫീലുണ്ട്. ലാസ്റ്റ് ഗ്രേഡിൽ ജോലി ചെയ്യുന്ന ഒരാൾ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അപ്പോൾ അത്തരത്തിലൊരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് എല്ലായിടത്തും, എന്നുവെച്ചാൽ മോശമായെന്നല്ല, ഇവൻ ക്ലിയർ ചെയ്യില്ല. കാരണം വേറൊരു നല്ല ജോലി എഴുതാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ സിവിൽ സർവീസ് പറ്റുമെന്നുള്ള തോട്ടുണ്ട്. അപ്പം എന്നെ അത് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നി, കാരണം ലാസ്റ്റ് ഗ്രേഡിൽ തന്നെ സിവിൽ സർവീസിൽ എത്തുമ്പോൾ അതിൻ്റെതായൊരു പ്രചോദനം ഒരുപാട് പേർക്ക് കിട്ടും. കാരണം ഞാൻ ഈ എക്സാം ക്ലിയർ ചെയ്ത ശേഷം ലാസ്റ്റ് ഗ്രേഡിൽ ജോലി ചെയ്യുന്ന ഒത്തിരി ആളുകൾ എന്നെ വിളിച്ചു. അതായത് അവർ പറയുന്നതാണ്, ഞങ്ങൾക്ക് ഓഫീസിലൊക്കെ റെസ്പെക്റ്റ് കൂടി. അതായത് ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് മുന്നിലേക്ക് വരുമെന്ന് വെച്ചാൽ ഞങ്ങൾക്കും ഇതിനപ്പുറത്തേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള തോട്ട് ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് തോന്നിയത് ആ ഒരു ജോലി നിന്നപ്പോൾ അതിൽ മുകളിലേക്ക്, ഒത്തിരി മുകളിലേക്ക് എത്താൻ എനിക്ക് സാധിക്കുമോ എന്ന ഒരു ചിന്ത. അപ്പം ഒരുപാട് പേരെ തോട്ട് മാറ്റാൻ പറ്റുമോ, എനിക്ക് പറ്റും എന്നുള്ള വിശ്വാസമാണ് എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് തന്നത്. ഒരു വെറും ജോലി എന്നുള്ള രീതിയിലല്ല, ആ ജോലി ആളുകൾ കുറച്ചിലായിട്ട് കാണുന്ന ഒരു ജോലിയിലാണ് ഞാൻ ഇരുന്നത്. അതാണ് എനിക്ക് കൂടുതൽ മോട്ടിവേറ്റ് ആയത്. സോ റിസൾട്ട് വരുന്ന ദിവസം തലേന്ന് സാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമോ, ഉണ്ടാവുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചു. ഞാൻ ഇല്ലയെന്ന് തന്നെ പറഞ്ഞു, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. ഞാനപ്പം ഒരു തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ ചെന്ന് വർക്ക് ചെയ്തു. അന്ന് ഞാൻ അവിടെ തന്നെ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ തൊട്ട് ഭയങ്കര ടെൻഷൻ. ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള എല്ലാവരും റിസൾട്ട് വന്നു എന്ന് ചോദിച്ചു. എൻ്റെ ആൻസൈറ്റി കൂടുവാണ്. അവസാനം ഷംന മാമിൻ്റെ ഒരു കോഡ് കണ്ടു. ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പം നീ റിസൾട്ട് നോക്കിയില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പം മാം പറഞ്ഞു എന്നാൽ നോക്കിയിട്ട്. അപ്പം മാം അപ്പോഴും റിസൾട്ട് പറയുന്നില്ല. അവിടെ നീ ലിസ്റ്റിലുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പലതവണ ചോദിച്ചു. എനിക്കത് അന്നേരം വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അല്ലെങ്കിൽ ചിലപ്പം മാം തമാശ പറയുന്നു, അങ്ങനെ തമാശ പറയില്ല എന്നാലും എന്നുള്ള തോട്ടിലിരുന്നു. അന്നേരത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ്. വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ കണ്ടത് ഹെൽത്ത് മിനിസ്റ്റർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒറ്റ ഒരു മണിക്കൂറിന് വ്യത്യാസി പെട്ടെന്ന് ലാസ്റ്റ് ഗ്രേഡിൽ വീട്ടിൽ ഒത്തിരി ആളിലെത്തുന്നു. ഞാൻ വാട്സാപ്പ് തുറന്നപ്പോൾ എല്ലായിടത്തും സ്റ്റാറ്റസ് ഇടുന്നത്. ഞാൻ അറിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് എത്തുന്നതിന് മുമ്പ്, ഞാൻ ആ PDF നോക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരുടെയും സ്റ്റാറ്റസുകൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഞാൻ നോക്കുന്ന പറഞ്ഞാൽ ഇത്രയും നാൾ പോയ സ്ഥലങ്ങളിലേക്ക് ഞാൻ, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പോയ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ ഗസ്റ്റായിട്ടാണ് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി.